ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഐറ്റം കോളിഫ്ലവർ ബജിയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഈ പൂച്ചെണ്ടും പിടിച്ച് നിൽക്കുന്നത് ഒരു കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് കോളിഫ്ലവർ തന്നെ വേണമല്ലോ. നല്ല പൂച്ചെണ്ട് പോലെ ഇല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ വൃത്തിയാക്കാനുള്ള പണിപ്പാടിലാണ് ഞാൻ. കോളിഫ്ലവർ എനിക്ക് അത്ര താല്പര്യമുള്ളൊരു സാധനമല്ല, പക്ഷേ അതിൻ്റെ ബജ്ജി ഞാൻ കഴിക്കും. അതെനിക്ക് ഇഷ്ടമാണ്. ഈ ബജ്ജി കടകളിൽ പോയി ഒരു ശീലമായതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. വലിയ ഐഡിയ ഒന്നുമില്ല, 1-2 വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ സിമ്പിളാണെന്ന് തോന്നി. അതിന് വേണ്ട ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങ് ഉണ്ടാക്കാം. ഇനി വെച്ചിരുന്ന് ചീത്തയായി പോകത്തില്ലേ, എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പണിപ്പാട്. അങ്ങനെ ആയുധം എടുത്തിറങ്ങി പൂച്ചെണ്ട് പോലെ ഇരുന്ന കോളിഫ്ലവറിനെ കണ്ടം തുണ്ടം വെട്ടി നുറുക്കി. ഒരു മര്യാദയും ഇല്ലാതെ വെട്ടി നുറുക്കിയാലല്ലേ നമുക്ക് നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിന് നല്ല വെള്ളത്തിൽ 1-2 തവണ ഒന്ന് കഴുകി വാരി എടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. അത് അവിടെ നിന്നൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറുണ്ണണം. അതിനുള്ള കറി പ്രിപ്പറേഷനിലുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്ന കോളിഫ്ലവറിലേക്ക് കുറച്ച് ചില്ലി പൗഡർ, അത് നമ്മുടെ സാധാരണ ഈസ്റ്റേണിൻ്റെ മുളക് പൊടി, അതും കുറച്ച് വിതറിയിട്ട് ഡെക്കറേഷൻസിനൊട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനൊരു മീഡിയം എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ കോൺഫ്ലവറാണ് എടുത്തത്. അപ്പോൾ അതിന് കുറച്ച് കോൺഫ്ലവർ മതിയായിരുന്നു, അതും ഞാൻ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മൈദ, ഒരു ലേശം മൈദയും ചേർത്ത്, പിന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ, നമ്മൾ ഈ മസാലയ്ക്ക് വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ. കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട്, വെള്ളം ചേർക്കാതെ അത് മെൽറ്റാവില്ല. അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്ത് അത് ആവശ്യത്തിന് ഒന്ന് മിക്സായി വരുന്നത് വരെ നമ്മുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ബോളി ഉണ്ടാക്കുമ്പോൾ, ബോളി മീൻസ് പഴംപൊരി, ബോളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ പറഞ്ഞ പൊടി ഐറ്റംസ്, നമ്മുടെ കോൺഫ്ലവർ, മുളക് പൊടി, അതേപോലെ മൈദയൊക്കെ ചേർത്ത് ആദ്യമേ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ഈ വേവിച്ച കോളിഫ്ലവർ അതിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതൊരു മെനക്കെട്ട പണിയല്ലേ, ഞാൻ ആദ്യം ബാറ്റർ ഉണ്ടാക്കണം, പിന്നെ ഈ കോളിഫ്ലവറിനെ മുക്കണം. എന്തിനാണ് കോളിഫ്ലവറിനെ ഒരുമാതിരി കഷ്ടപ്പെടുത്തുന്നത്? എന്തായാലും അവന് നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കാനുള്ളതാണ്. അപ്പം പിന്നെ അവന് മസാല പുരട്ടുന്നത് അവൻ്റെ മേലെ പൊടികളിട്ടിട്ട് അങ്ങ് പുരട്ടാമെന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് കേട്ടോ. സത്യത്തിൽ പിന്നെ അധികം പണിയെടുക്കാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സിമ്പിൾ ടിപ്സ് ഇഷ്ടമുള്ളവർക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ചോറിനുള്ള കറിയൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ചോറും കറിയും ഞാൻ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഇല്ല, ഒരു 2 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ എണ്ണ തിളച്ച് വരുന്ന ഒരു ടൈം അതേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ കോളിഫ്ലവറിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊന്നുമല്ല. എണ്ണ തിളച്ച് വരുന്ന ഒരു ടൈമിലേക്ക് അത് അവിടെ നിന്നൊന്ന് സെറ്റാവട്ടെ. അപ്പം ഞാൻ പാൻ കഴുകി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് അത് കോളിഫ്ലവർ ഒന്ന് മുങ്ങാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ടിടാം. ഓരോന്നോരോന്നായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അട പോലെ ഒന്നിച്ചിരിക്കും. പിന്നെ അവരെ വേർപെടുത്തൽ ഇത്തിരി പാടാക്കി, കാരണം എണ്ണയിൽ നിന്നൊട്ടി പിടിച്ച് അവരെ ഒന്നിച്ചായി പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ വേർപെടുത്തൽ അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യമായിട്ട് ഇതിങ്ങനെ ഇടുന്ന കാണുമ്പോണ്ടല്ലോ, നമ്മുടെ ചിക്കൻ കുഞ്ഞ് പീസാക്കി നുറുക്കി വറക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതേപോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കമ്പൊക്കെ നീണ്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കാലാണെന്ന്. കാണാനൊക്കെ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാശ്മീരി ചില്ലി ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബജിക്കടയിൽ കിട്ടുന്ന സെയിം കളറ് നമുക്ക് ഈ ഒരു ബജി കിട്ടും. അപ്പോൾ ആദ്യം ഞാനിട്ട് ഈ ഒരു മിക്സിൽ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കുറവ് അത് വെന്ത് വന്നപ്പോഴാണ് എനിക്കതിൻ്റെ കളറിൽ നിന്നുമാണ് മനസ്സിലായത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇടുന്നതിന് മുന്നേയായിട്ട് ഞാൻ അതിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ കാശ്മീരി ചില്ലി നല്ലോണം ചേർക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കളർ, നമ്മൾ തട്ടുകടയിൽ നിന്ന് അല്ലെ ബജിക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല കളറുള്ള നല്ല സൂപ്പർ കോളിഫ്ലവർ ബജി റെഡിയാവും കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ സാധനം. ഞാൻ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതും നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ വേറൊരു തവിയൊക്കെ എടുത്തിട്ട് വന്നതാണ് ഇതൊന്ന് കോരാനായിട്ട്. പക്ഷേ ഇത് എണ്ണയിൽ എനിക്ക് കോരാൻ പറ്റുന്നില്ല. ചെറിയ പാത്രത്തിന് വലിയ അണ്ടാവിൽ തവിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നെ പറഞ്ഞാൽ മതിയല്ലോ.
ഞാനാണെങ്കിൽ എണ്ണ വറ്റിച്ചെടുക്കാം, എണ്ണയില്ലാണ്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു തവിയൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ കിട്ടണ്ടേ, അവസാനം എന്താ ഇങ്ങനെ കോരിയെടുക്കേണ്ട അവസ്ഥയാണ്. ഇതിനെന്നെ തൊട്ടടുത്ത് നിന്ന് പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്, അതിനേ നേരം ഉണ്ടാവുള്ളൂ. മൈൻഡ് ചെയ്യരുത്, ഇതൊക്കെ എന്താ പറഞ്ഞിട്ട് ഞാൻ കോരിയെടുത്തു. ആ കളർ വ്യത്യാസം കണ്ടു, കാശ്മീരി ചില്ലി ഇടാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കളറിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ, ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അതിനിടയ്ക്ക് അവിടെ തട്ടുന്നതിനിടയ്ക്ക് ഒരു പീസ് വാഷ് ബേസിനിൽ പോയി, പിന്നെ അതിനെ ഞാൻ അങ്ങ് മറന്നു. നമ്മുടെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലാത്തവർ പോട്ടെ. എന്നിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച അടുത്ത മിക്സ് ഞാൻ എണ്ണയിലോട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഭംഗി, ഇങ്ങനെ എണ്ണയിലിട്ട് മുരുമുരാന്ന് വരുന്ന നല്ല ചൂട് കോളിഫ്ലവർ ബജ്ജി. ഞാൻ ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര വൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ് ഈ ഒരു ബജ്ജി. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതിൽ പറയുന്നില്ല, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ നല്ല ബജ്ജി കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്ന. ടേസ്റ്റിലൊന്നും നോ കോംപ്രമൈസ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബജ്ജി അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുക. ബജ്ജി ആകുന്നതൊരു സൈഡിൽ എന്താ ഇങ്ങനെ ആവി പറക്കുന്നതെന്നല്ലേ. ഞാനിപ്പുറത്തെ അടുപ്പിൽ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി മീൻസ് തോരൻ വെച്ചിട്ടുണ്ട്. ഒരു പയറഞ്ഞ തോരൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചോറുണ്ണണ്ടേ, ബജ്ജി മാത്രം കഴിച്ചാൽ വിശപ്പ് മാറില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചോറും കൂടെ വെച്ചിട്ടുണ്ട്. ചോറും ബാക്കി കറികളും ഒക്കെ ഓൾറെഡി സെറ്റാണ്. തോരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. തോരൻ എന്താ ഈ സൈഡിലിരുന്നാവുന്നുണ്ട്. അത് നമുക്കത്ര പ്രയോറിറ്റി ഇല്ലാത്ത കാര്യമാണല്ലോ. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ കോളിഫ്ലവർ ബജ്ജിയിലല്ലേ. അതുകൊണ്ടാണ് കേട്ടോ തോരൻ ഈ വീഡിയോയിൽ വരാത്തത്. പുള്ളി സൈഡ് ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ പുള്ളി ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബജ്ജി നല്ല സെറ്റായി വരുന്നുണ്ട്. അത് മൂത്ത് അതായത് എണ്ണയിൽ കിടന്ന് നല്ല ഫ്രൈ ആയി വരുന്ന ടൈമിൽ അതിൻ്റെ കളർ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം വെച്ചതും രണ്ടാമത് നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ആ ഒരു കളർ ചേഞ്ചസ് എനിക്ക് നല്ലോണം മനസ്സിലായി കേട്ടോ. സോ എനിക്ക് പറ്റിയ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കാശ്മീരി ചില്ലി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല കളറിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല. കാരണം ഞാൻ കടയിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ഫുഡും ഞാൻ ഫസ്റ്റ് ട്രൈ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരു പേടിയാണ്. ശരിയാവുമോ, ചീത്തയായി പോവുമോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ, വേണ്ടിയിരുന്നില്ല, അങ്ങനെ കുറേ ചിന്തകൾ എനിക്ക് വരും. സോ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും വന്നില്ല. എന്തായാലും സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല എൻ്റെ കെട്ടിയൻ നല്ല കമൻറ്റ് പറഞ്ഞു. വളരെ റെയറാണ് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾ ആരുടെയും കെട്ടിയവന്മാർ ഇങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളത്ര എഫേർട്ട് എടുത്ത് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യത്തിന് കമൻറ്റ്സ് ഭയങ്കര കുറവായിരിക്കും. ഇഷ്ടമാകും, പക്ഷെ അതൊന്ന് പറയുക. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം ഒരാൾ ഓക്കെ പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷം ഉണ്ടാവില്ലേ. പക്ഷെ ഇതങ്ങനെ പറയില്ല. എന്ത് ചെയ്യാനാണ്, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ബജ്ജി റെഡിയായി. ഞാനതിൽ നിന്ന് 1-2 പീസേ കഴിച്ചിട്ടുള്ളൂ. കാരണം ചോറുണ്ണേണ്ടതാണ്. ചോറുണ്ണേണ്ടതായത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതുപോലെ കഴിച്ചേനെ. ഇതിപ്പോൾ ഞാൻ ഒരു 8 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തോന്നി ബജ്ജി ഉണ്ടാക്കാം. കാരണം ഇനിയും വെച്ചിരുന്നു കഴിഞ്ഞാൽ കോളിഫ്ലവർ നമ്മൾ ആരുമല്ലാതെ വേറെ കറിയൊന്നും വെച്ച് കഴിക്കുന്നതല്ല, ജസ്റ്റ് ബജ്ജി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ വിചാരിച്ചു എന്നാൽ ബജ്ജി ആക്കാം. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോലെ, വെറുതെ കാശ് മുടക്കി വാങ്ങിച്ചല്ലേ, നമുക്ക് ചീത്തയാക്കി കളയാൻ പറ്റുമോ? പച്ചക്കറിക്കൊക്കെ എന്താ വില, കേട്ട് കഴിഞ്ഞാൽ കണ്ണ് തള്ളി പോകും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബജ്ജി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബജ്ജിയൊക്കെ സെറ്റായി. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ് ഈ ഒരു കോളിഫ്ലവർ ബജ്ജി. ടൈം ഒരുപാട് പോവില്ല. ഈവനിങ് ഒരു സ്നാക്സൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ബജ്ജി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ മുട്ട ബജ്ജി, അതായത് മുളക് ബജ്ജിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുളക് ബജ്ജി മാത്രം ഭയങ്കര എരിവായിരുന്നു. ഇവരെങ്ങനെ ഈ കടയിൽ എരിവില്ലാതെ ഈ ഒരു ബജ്ജി ഉണ്ടാക്കുന്നതെന്നുള്ളതൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിനകത്ത് അരിയൊക്കെ കളഞ്ഞിട്ട് ബജ്ജി ഉണ്ടാക്കി നോക്കി, എന്നിട്ടും പക്ഷെ ഭയങ്കര എരിവായിരുന്നു. പോയ വഴി മുഴുവൻ കത്തിപ്പോയി, അത്രയ്ക്ക് എരിവായിരുന്നു. അതുകൊണ്ട് ആ ഒരൊറ്റ ട്രൈയിൽ ഞാൻ നിർത്തി. അപ്പോൾ നമ്മുടെ ബജ്ജിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. എൻ്റെ ബജ്ജിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.